ഓക്കെ, സോ നിങ്ങളുടെ ചാർട്ട് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ വീഡിയോ ആണ്. സോ ഇതിനു മുമ്പ് നമ്മൾ ക്യാനലിസ്റ്റിക് പാറ്റേൺസ് ആൻഡ് സൈക്കോളജി 3 പാർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. എനിവേസ് ചാർട്ട് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് ഒരു സിംഗിൾ വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നല്ല ഇത്. ഓക്കെ, സോ ചാർട്ട് പാറ്റേൺസിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല പൊതുവെ. എന്താണ് ചാർട്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞ കൊണ്ട് നമുക്ക് തുടങ്ങാം. ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. പിന്നെ ചാർട്ട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തായിരുന്നുള്ളത് അൺനോൺ ആണ്. ബട്ട് സ്റ്റിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പാറ്റേൺ ലിവർമോർ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തത് ലിവർമോർ ആണ്, ജെസ്സെ ലിവർമോർ, ഐ തിങ്ക്. അതുപോലെ പലതരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്ത ആരാണെന്ന് അൺനോൺ ആണ് ആക്ച്വലി. നൗ ചാർട്ട് പാറ്റേൺസിനെ കുറിച്ച് പറയുമ്പോൾ ഹൗ പ്രോബബിൾ എന്ന് പറയണം. അപ്പോൾ ഇതിൽ ഞാൻ കാനലിസ്റ്റിക്സ് പറഞ്ഞതുപോലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ചാർട്ട് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസിൻ്റെ ഗൈഡിലായിരിക്കും പോകുന്നത്. ഓക്കെ, പിന്നെ ചാർട്ട് പാറ്റേൺസ് നിങ്ങളുടെ ചാർട്ടിൽ ഐഡൻറ്റിഫൈ ആണെങ്കിൽ കുറച്ചധികം വർക്ക് ഉണ്ട്. ഐ മീൻ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഒരു കണ്ണിൽ പിടുത്തം കിട്ടത്തില്ല. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന പോലെയല്ല, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലിംസൊക്കെ ചെറിയ ബംസൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കടന്നു പോവേണ്ടി വരും. ഓക്കെ, എനിവേസ് ചാർട്ട് പാറ്റേൺസിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് കാനലിസ്റ്റിക്സിൽ പോലെ തന്നെ എഗെയിൻ ഞാൻ ഒന്നും കൂടി പറയുവാണ്, അത്ര ഒരു എനർജറ്റിക് ആയിട്ടില്ല സംസാരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു സെയിം കണ്ടൻറ്റ് തന്നെ 3 to 4 ടൈംസ് ഞാൻ സെപ്പറേറ്റ് ലൈവ് സെഷൻസും ഒക്കെ എടുത്തെടുത്ത് ആക്ച്വലി എനിക്ക് തന്നെ ബോറടിക്കുന്നൊരു സബ്ജക്റ്റ്. ഓക്കെ, ബട്ട് സ്റ്റിൽ SMC എടുത്തവർക്ക്, ബേസിക് എടുത്തവർക്ക് ഇത് ഈസി ആയിരിക്കും. ബട്ട് SMC എടുത്തവർക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു കണ്ടൻ്റാണ്. ഓക്കെ, എനിവേസ് നമ്മളെ കാനലിസ്റ്റിക്സിൽ പറയുന്നത് പോലെ തന്നെ ചാർട്ട് പാറ്റേൺസിലും 3 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. 1 ബുള്ളിഷ്, 2 ബെയറിഷ്, 3 ന്യൂട്രൽ. ബുള്ളിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുൾസ്, ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയേഴ്സ്, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നോ ബയേഴ്സ് നോ സെല്ലേഴ്സ്. ഓക്കെ, ബുള്ളിഷ് ബയേഴ്സ്, ബെയറിഷ് സെല്ലേഴ്സ്, ന്യൂട്രൽ രണ്ടും ഇല്ല, അല്ലെങ്കിൽ രണ്ടും ഉണ്ട് ബട്ട് അങ്ങോട്ടും ഒരു ഇതില്ല. ഓക്കെ, ഒരു ഡോമിനൻസ് ഇല്ല. അതുപോലെ തന്നെ കാനലിസ്റ്റിക്സിൽ കാണിച്ച സെയിം ആണ്. ബുള്ളിഷിൽ തന്നെ നമുക്ക് 2 രീതിയുണ്ട്, കണ്ടിന്യൂഷൻ ആൻഡ് റിവേഴ്സൽ. അതുപോലെ ബെയറിഷിൽ നമുക്ക് 2 രീതിയുണ്ട്, കണ്ടിന്യൂഷൻ ആൻഡ് റിവേഴ്സൽ. ന്യൂട്രലിൽ ഇത് രണ്ടും ഇല്ല, ബിക്കോസ് ന്യൂട്രലിൽ ബയേഴ്സും സെല്ലേഴ്സും ഇല്ല. ഓക്കെ, സോ ഇതിൽ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് മോസ്റ്റ് ഓഫ് ദം റിവേഴ്സലിൽ 2 പാറ്റേൺസ് കാണും, അതുപോലെ കണ്ടിന്യൂഷനിൽ 2 പാറ്റേൺസ് കാണും. ഇത് ഇത്രയായിരിക്കും വർക്കാവുന്നത്. ഓക്കെ, ഞാൻ പേഴ്സണലി എൻ്റെ പ്രിഫറൻസ് കണ്ടിന്യൂഷൻ പാറ്റേൺസ് ആണ്. റിവേഴ്സിൽ എടുക്കാനായിട്ട് നിങ്ങൾ ചാർട്ട് പാറ്റേൺസ് മാത്രം പോരാ, വേറെ കുറേ കൺഫർമേഷൻസും കൂടിയൊക്കെ വേണം. ഓക്കെ, ന്യൂട്രൽ ക്യാൻഡിൽസ് കറൻ്റ്ലി ഇല്ല. ബട്ട് കറൻ്റ്ലി ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ കണ്ടിന്യൂഷനിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ന്യൂട്രൽ എന്നൊരു ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഓരോ ചാർട്ട് പാറ്റേൺസ് വെച്ച് പഠിക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ. നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ ആണ് ബുള്ളിഷ് പെനൻറ്റ്. ഞാൻ എടുക്കുന്ന എല്ലാ പാറ്റേൺസും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള IMP ട്രേഡിംഗ് patterns.blogspot.com അല്ലെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സ്റ്റഡി മെറ്റീരിയൽസിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. സോ ഞാൻ പേഴ്സണലി ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, സോ നമ്മുടെ ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ പാറ്റേൺസിലെ #1 ആണ് ബുള്ളിഷ് പെനൻറ്റ്. ഒരു ബുള്ളിഷ് പെനൻറ്റ് കണ്ടിന്യൂഷനാണ്. കണ്ടിന്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഏതെങ്കിലും ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ആ ഒരു പാറ്റേൺ ഫോം ആകേണ്ടത്. ഓക്കെ, ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ ബുൾസ് കണ്ടിന്യൂ ചെയ്യുന്ന പാറ്റേൺസ് നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ എന്താണ് പറ്റുന്നത്, ഒരു അപ് ട്രെൻഡിലായിരിക്കണം ഈ പാറ്റേൺ ഫോം ആകേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെ പെനൻറ്റ്. ഒരു അപ് ട്രെൻഡിൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഫോം ആകും. എന്നിട്ട് ഇതുപോലെ ഉണ്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത് പറയുന്നത് കൊണ്ടുള്ള റീസൺ വേറെ ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അപ് ട്രെൻഡ് നല്ല സ്ട്രോങ് ആണെന്ന് ചെക്ക് ചെയ്യും. എങ്ങനെ ഒരു അപ് ട്രെൻഡ് സ്ട്രോങ് ആകുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് വോളിയം യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിലുണ്ട്. ഓക്കെ, എനിവേസ് ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് ഫോളോഡ് ബൈ എ വീക്ക് ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഡൗൺ ട്രെൻഡ്. മനസ്സിലായില്ലേ, ഒരു ന്യൂട്രൽ സൈഡ് വേസ് ട്രെൻഡ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബുൾസ് ആർ സ്ട്രോങ്, ബെയർസ് ആർ വീക്ക് അല്ലെങ്കിൽ ഇൻഡിസിസീവ്. അത് കഴിഞ്ഞൊരു ഡിസിഷൻ വരുന്നതാണ് ബ്രേക്ക് ഡൗൺസ് ആൻഡ് ബ്രേക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞ വീഡിയോയിൽ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെ എന്താണ് ബ്രേക്ക് ഔട്ടെന്നും ബ്രേക്ക് ഡൗൺ എന്നും. അപ്പോൾ അതുപോലത്തെ ബ്രേക്ക് ഔട്ടാണിത്. സോ ഇവിടെ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വീഡിയോയിൽ പറഞ്ഞാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് റിട്രേസ് ആകുമെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #1 ബുള്ളിഷ് പെനൻറ്റ്. മാർക്കറ്റ് അപ് ട്രെൻഡ് ഒരു ഹെവി അപ് ട്രെൻഡിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കൺസോളിഡേഷൻ ഫേസ് പോലെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് വരും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നതാണ് ഇൻ്റർപ്രിറ്റേഷൻ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് അപ് ട്രെൻഡ്, വീക്ക് ഡൗൺ ട്രെൻഡ്. സോ തീർച്ചയായിട്ടും അവിടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. നൗ ബൈ ടെക്സ്റ്റ് ബുക്ക് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്
നമ്മുടെ ഈ ഒരു പോള് കാൽക്കുലേറ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഫ്ലാഗ് ആൻഡ് പോളിൻ്റെ പോളാണ്, ബട്ട് അതല്ലാതെ ഒരു പോള് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു അപ് ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 0.92%. അത്രയും എമൗണ്ടിൽ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് അത് മാർക്കറ്റ് സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. ബട്ട് 90% ഓഫ് ദ ടൈംസ് ഒന്നും നടക്കാറില്ല. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള സപ്പോർട്ട് സോൺസിൽ, റെസിസ്റ്റൻസ് സോൺസിൽ, സപ്ലൈ സോൺസിൽ, ഡിമാൻഡ് സോൺസിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫോൾട്ട് RR 1:3 or 1:5. ഓക്കെ. സോ അതാണ് ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #1 ബുള്ളിഷ് പെനൻറ്റ്. ഓക്കെ. സോ ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #2 പേഴ്സണൽ ഫേവറേറ്റിലുള്ള ഒന്നാണ് ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ. ഓക്കെ. സോ ബുള്ളിഷ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡ് ഫോളോ ബൈ, ഇവിടെ ഇമേജ് കറക്റ്റ് ഇട്ട് ഇതാണ് ബുള്ളിഷ് ഫ്ലാഗ്. ഓക്കെ, അതായത് ഉണ്ടോ? സോ ഒരു ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സെയിം ആണ്, ബട്ട് ഒരു ഫ്ലാഗ് സ്ട്രക്ചറിലായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു ഫ്ലാഗ് എന്താണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ഫ്ലാഗ് സ്ട്രക്ചറിലാണ് ഇതിരിക്കുന്നത്. ഒരു അപ് ട്രെൻഡിന് ശേഷം ഇതൊരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്, അഥവാ ബുൾസ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഓക്കെ. സോ ഒരു അപ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒരു ചെറിയ ഡൗൺ ട്രെൻഡ്, വളരെ സ്ലോ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ്, നേരത്തെ ഒരു സൈഡ് വേസ് ട്രെൻഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. ഓക്കെ. സോ ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് ഫോളോഡ് ബൈ എ വീക്ക് ഡൗൺ ട്രെൻഡ്. കാരണം ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ മൊമെൻറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൊമെൻറ്റം എന്ന് പറയുന്നത് ആ ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൻ്റെ റേറ്റ് ഓഫ് സ്പീഡാണ്, ബട്ട് അതൊക്കെ നിങ്ങൾ വരുന്ന വഴിക്ക് പഠിക്കും. ഓക്കെ. സോ ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് ഫോളോഡ് ബൈ എ വീക്ക് ഡൗൺ ട്രെൻഡ്, ദെൻ അവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമുക്കത് കൺഫേം ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് പറയാനായിട്ട് പറ്റും. എഗെയിൻ ഇതിൻ്റെ ഈ ഒരു അപ് ട്രെൻഡിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് ഇവിടെ ടാർഗറ്റ് വയ്ക്കുന്നത്, ബട്ട് അങ്ങനെ ചെയ്യരുത്. തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് സോൺസിൽ എവിടെയെങ്കിലുമൊക്കെ ടാർഗറ്റ് വയ്ക്കാൻ നോക്കുക. ഓക്കെ. അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, മോസ്റ്റ് ഓഫ് ദമിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ ഇതാണ് ഒരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #2 ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ. ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് ഫോളോഡ് ബൈ വീക്ക് ഡൗൺ ട്രെൻഡ്, ഇങ്ങനത്തെ ഒരു ഫ്ലാഗ് പാറ്റേൺ. അത് കഴിഞ്ഞ് ബ്രേക്ക് ഔട്ടിൽ നമുക്കവിടെ ലോങ് എൻട്രി എടുക്കാവുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് വൈസ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #3 ആണ്. ഓക്കെ. സോ ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #3 ആണ് ഫാളിംഗ് വെഡ്ജ് പാറ്റേൺസ്. പേഴ്സണലി പറയുകയാണെങ്കിൽ ക്രിപ്റ്റോയിൽ തന്നെ, ക്രിപ്റ്റോയിലല്ല ഏതൊരു ഇതിലായാലും, ക്രിപ്റ്റോ ഫോറക്സ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതിലായാലും, സ്റ്റോക്ക് മാർക്കറ്റ് ഏതിലായാലും വെഡ്ജസ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പാറ്റേൺ ആണ്. ഓക്കെ. സോ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ വെഡ്ജ് ആയിരിക്കും. ബിക്കോസ് ഐ തിങ്ക് നിയർലി 70 to 80% ആക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് വെഡ്ജ് ഇഫ് യൂസ്ഡ് കറക്റ്റ്ലി. വെഡ്ജിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ വരുന്നത്, അല്ലെങ്കിൽ വെഡ്ജ് കാണാൻ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. സംതിങ് ലൈക്ക് അപ് ട്രെൻഡ്, പിന്നെ ഒരു സ്ലോ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ്, ലൈക്ക് ഫ്ലാഗ് പാറ്റേൺ പോലെ തന്നെയാണ്, ബട്ട് കുറച്ചും കൂടി ഒരു എന്താണ് ഇത് ഷ്രിങ്ക് ആയിക്കൊണ്ട് വരും. ഓക്കെ. എന്നിട്ട് പിന്നെ അത് ബ്രേക്ക് ഔട്ട് ആകുമെന്നാണ് പറയുന്നത്. വെഡ്ജിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ വളരെ സിമ്പിളാണ്. ഞാൻ ബേസിക് കോഴ്സിൽ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കൊടുത്തതാണ്, ബട്ട് ഇവിടെ അത്ര ഒരു ഇതാക്കേണ്ടെന്ന് വിചാരിച്ചു എനിക്ക്. വൈ? സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് ഫോളോഡ് ബൈ വീക്ക് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ്. ഞാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടോ, സെല്ലേഴ്സ് വളരെ സ്ലോ ആയിട്ടാണ് ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അവർക്ക് പറ്റുന്നില്ല നിയർലി. അപ്പോൾ ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് ഫോളോഡ് ബൈ വീക്ക് ഡൗൺ ട്രെൻഡ്, ദെയർഫോർ മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയിട്ട് പമ്പ് ആകും എന്നാണ് എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ലോജിക്ക്, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഇതാണ് ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #3 ഫാളിംഗ് വെഡ്ജ്. ഇതുപോലെ ബെയറിഷിലുണ്ട് റൈസിങ് വെഡ്ജ്, അത് നിങ്ങൾക്ക് എടുത്തുതരാം. ഓക്കെ. സോ ഇനി വരുന്നത് ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ് ആണ്. അത് നിങ്ങൾ ഓട്ടോമാറ്റിക് താനേ പഠിച്ചാൽ മതി, അത് നീ ഇതിൽ എടുക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് കിഡിങ്. ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസിലെ #1 ആണ് ബെയറിഷ് പെനൻറ്റ്. സോ നേരത്തെ നമുക്ക് ബുള്ളിഷ് പെനൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുപോലെ ബെയറിഷ് പെനൻറ്റ്. പെനൻറ്റിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, രണ്ടിടത്തും ഡിറക്ഷൻ കൊടുത്തേക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഡിറക്ഷൻ കൊടുത്തേക്കുന്നു. ആക്ച്വലി പെനൻറ്റ് എന്ന് പറയുന്നത് അൺലൈക്ക് അതർ പാറ്റേൺസ് ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ് അങ്ങനെ ഓപ്പോസിറ്റ് ഇതില്ല, ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു സൈഡ് വേ സ്ട്രക്ചർ ആയിരിക്കും പെനൻസിൻ്റെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ് ട്രെൻഡിലാണ് ഒരു പെനൻറ്റ് വരുന്നതെങ്കിൽ ബ്രേക്ക് ഔട്ടും, ഡൗൺ ട്രെൻഡിലാണ് പെനൻറ്റ് വരുന്നതെങ്കിൽ ബ്രേക്ക് ഡൗൺ വരും നമുക്ക് പറയാനായിട്ട് വരും. പെനൻറ്റ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ സിമ്പിൾ, ആദ്യം ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം, അപ് ട്രെൻഡ് ഓർ ഡൗൺ ട്രെൻഡ്. നോക്കിയപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡാണ്, അതിനുശേഷം ഒരു പെനൻറ്റ് ഫോം ആയിരുന്നു. സോ നമ്മൾ പെനൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, ദെൻ ബ്രേക്ക് ഡൗണിൽ നമുക്കത് ഷോർട്ട് ചെയ്യാമെന്നാണ് എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, ഇതിൻ്റെ ലോജിക്ക് വേറൊന്നുമല്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ഫോളോഡ് ബൈ എ സൈഡ് വേസ് ട്രെൻഡ്. ഇവിടെ നമുക്ക് മനസ്സിലായി സെല്ലേഴ്സ് മാർക്കറ്റിലുണ്ട്, ബയേഴ്സ് മാർക്കറ്റിൽ ഇപ്പോൾ ആബ്സെൻ്റ് ആണ്, ദെയർഫോർ സെല്ലേഴ്സ് ഇനി മാർക്കറ്റ് തിരിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് ബെയറിഷ് കണ്ടിന്യൂഷൻ #1 ബെയറിഷ് പെനൻറ്റ് പാറ്റേൺ. ഓക്കെ, നമുക്ക് ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #2 പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ. സോ ആക്ച്വലി ചെറിയൊരു കൺഫ്യൂസിങ് ആയിരുന്നു ഈ ഒരു പാറ്റേൺ, ലൈക്ക് ഞാനിത് പറഞ്ഞപ്പോൾ ചെറിയൊരു കൺഫ്യൂസിങ് ആയിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വെഡ്ജും ഇതും തമ്മിലൊരു കമ്പയർ ചെയ്യാനൊരു ആഗ്രഹമില്ല. സോ വെഡ്ജിന് ഇതിനെ ഞാൻ സെയിം ആയിട്ടാണ് കാണുന്നത്. ഓക്കെ,
സോ എനിവേസ് നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു പാറ്റേൺ ആണ് ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ, ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ. ബുള്ളിഷ് ഫ്ലാഗിന് നേരെ ഓപ്പോസിറ്റ് ആണ് നൗ ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്, അഥവാ ബെയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന പാറ്റേൺ ആണ്. ഓക്കെ, സോ ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കണം ഈ ഒരു പാറ്റേൺ ഫോം ആകേണ്ടത്. ഇവിടെയും ഇൻ്റർപ്രിറ്റേഷൻ വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ ലോജിക്ക് വേറെ ഒന്നുമില്ല. ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ഫോളോഡ് ബൈ എ വീക്ക് അപ്പ് ട്രെൻഡ്. വീക്ക് അപ്പ് ട്രെൻഡ് നമുക്ക് കാണുമ്പോൾ അറിയാം. ഓക്കെ, സോ ആ ഒരു ഹയർ ഹൈസ് ഒക്കെ വളരെ പുവർ ആയിരിക്കും. അതൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, വഴിയെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്കൊരു ഡൗൺ ട്രെൻഡ് കൂടി കിട്ടും എന്നാണ് അടുത്ത ഇൻ്റർപ്രിറ്റേഷൻ. ഞാൻ വർക്കിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പേഴ്സണലി ഇതും വെഡ്ജസുമാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. പെനൻസ് അധികം ട്രേഡ് ചെയ്യാറില്ല, ബട്ട് ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് പെനൻസ് ആയിരിക്കും. സ്വിംഗ് ട്രേഡിന് പെനൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, സോ എല്ലാ പാറ്റേൺസിലും പറയുന്നത് പോലെ ഹയർ ദ ടൈം ഫ്രെയിം ഹയർ ദ പ്രോബിലിറ്റി. ഒരു 1 ഡേയിൽ കാണുന്ന വെഡ്ജിനായിരിക്കും 1 മിനിറ്റിൽ കാണുന്ന വെഡ്ജിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ നമുക്കിനി ബെയറിഷ് കണ്ടിന്യൂഷൻ #3 പോകാം. ഓക്കെ, സോ നിങ്ങൾക്ക് വരുന്ന തേർഡ് ആൻഡ് ഫൈനൽ ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് റൈസിങ് വെഡ്ജ്. ഓക്കെ, സോ ഫാളിംഗ് വെഡ്ജിന് നേരെ ഓപ്പോസിറ്റ് റൈസിങ് വെഡ്ജ് അല്ലെങ്കിൽ അസെൻഡിങ് വെഡ്ജ് എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ മറ്റേതിന് ഡിസെൻഡിങ് വെഡ്ജ് എന്ന് പറയും. നിങ്ങൾ ഫാളിംഗ് വെഡ്ജ് ആൻഡ് റൈസിങ് വെഡ്ജ്. ഇതിപ്പോൾ റൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉയരത്തിലോട്ട് പോകുമല്ലേ, മറ്റേത് ഫാൾ ചെയ്യുമല്ലേ, താഴോട്ട് പോകുമല്ലേ. അപ്പോൾ അത് നോക്കി വെച്ചാൽ മതി. ഇവിടെയും വരുന്ന ഇൻ്റർപ്രിറ്റേഷൻ സെയിം ആണ്. അപ്പോൾ വെഡ്ജ് കാണാൻ എനിക്കൊന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. ഇവിടുത്തെ ഇൻ്റർപ്രിറ്റേഷൻ സെയിം ആണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ഫോളോഡ് ബൈ വീക്ക് അപ്പ് ട്രെൻഡ്, ദെൻ അവിടെ നിന്ന് പ്രൈസ് താഴോട്ട് പോകുന്നതാണ് ഇൻ്റർപ്രിറ്റേഷൻ. ഞാൻ അഗെയിൻ ബേസിക് കോഴ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇത്ര മതി. ഓക്കെ, SMC-ലോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്ര മതി. ഓക്കെ, സോ നിങ്ങളുടെ ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #3 അവിടെ കഴിഞ്ഞു. നെക്സ്റ്റിന് വരുന്നത് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസും ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺസുമാണ്. ന്യൂട്രൽ പാറ്റേൺസ് യാതൊന്നും തന്നെയില്ല. ആകെ ഉണ്ടായിരുന്ന ന്യൂട്രൽ പാറ്റേൺ ആയിരുന്നു സിമെട്രിക്കൽ ട്രയാങ്കിൾ. അത് നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെനൻറ്റ് പാറ്റേൺസ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ എടുത്തായിരുന്നു. ഓക്കെ, പെനൻറ്റ് പാറ്റേൺസ് വേറെ ഒന്നുമില്ല, സൈഡ് വേസ് ട്രെൻഡാണ്. അതുകൊണ്ടാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #3 റൈസിങ് വെഡ്ജ്. നമുക്കിനി റിവേഴ്സൽ പാറ്റേൺസിലോട്ട് പോകാം. ഓക്കെ, സോ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ #1 ആണ് ഡബിൾ ബോട്ടം. ഓക്കെ, സോ ഐ തിങ്ക് രാത്രിയാണ് ഞാൻ 11 PM വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി അത് കുറച്ച് സ്ലീപ്പി ആയിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ഒരു കണ്ടൻറ്റുമായിട്ട് എനിക്ക് അത്ര ഒരു ഇതില്ല. ബിക്കോസ് ഓൾറെഡി ഞാൻ എടുത്തൊരു കണ്ടൻറ്റാണ്. പിന്നെ നിങ്ങൾക്ക് SMC-ൽ അധികം യൂസ് ചെയ്യേണ്ടാത്ത കണ്ടൻറ്റാണ്. ഓക്കെ, സോ അതെല്ലാം കൊണ്ടിട്ടാണ് ചെറിയൊരു എന്താ പറയുക, ഒരു സ്ലീപ്പി ടച്ച്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. സോ ഇതാണ് ഡബിൾ ബോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ബോട്ടമുണ്ട്. ബോട്ടം എന്ന് പറഞ്ഞാൽ അടിത്തട്ട്. ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആകുമ്പോൾ അതൊരു ബെയറിഷ് ട്രെൻഡിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലായിരിക്കും വരുന്നത്. കാരണം ബുൾസ് റിവേഴ്സ് ചെയ്യുന്ന പാറ്റേണാണ് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്. സോ ബുൾസ് എപ്പോഴാണ് റിവേഴ്സ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഒരു വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ അത് റിവേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് എടുക്കുകയല്ലേ. അപ്പോൾ ബാക്കിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് പിന്നെ റിവേഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടില്ല. സോ ഇപ്പോൾ വണ്ടി എങ്ങോട്ടാണ്? ഡൗണിലോട്ടാണ്. വണ്ടിനെ എങ്ങോട്ട് റിവേഴ്സ് ചെയ്യണം? തിരിച്ച് അപ്പിലോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേണാണ് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്. ഫസ്റ്റ് അതിനൊരു ഡൗൺ ട്രെൻഡിലായിരിക്കണം ഈ ഒരു പാറ്റേൺ ഫോം ആവുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു W ഷേപ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും ഡബിൾ ബോട്ടം. ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതാണ് ഡബിൾ ബോട്ടം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, സോ ലൈക്ക് ഇവിടെ നിന്നൊരു W ഫോം ആയിട്ട് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മുടെ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ #2 ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ #2 ആണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ഞാൻ കുറച്ച് പേര് ഇതിനെ ഇൻവേഴ്സ്ഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് വിളിക്കും. ആക്ച്വലി ശരിയാണ്, ബട്ട് ഞാൻ രണ്ടിനെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്, ഇതൊരു ബുള്ളിഷ് ഓർ ബെയറിഷ്. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് 2 തരമുണ്ട്, ഒന്ന് ബുള്ളിഷ്, ബെയറിഷ്. ഇത് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഈ ഒരു ഇൻവേഴ്സ്ഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അല്ലെങ്കിൽ നോർമൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആക്ച്വലി ഒരു വ്യക്തതയുള്ള ഒരു പാറ്റേൺ ആണ്. ലൈക്ക് ഡബിൾ ബോട്ടം കുറച്ചുകൂടി അൺവർത്തി ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഓക്കെ, ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പും. ബട്ട് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് കുറച്ചുകൂടി SMC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള SMC ടാക്ടിക്സിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വഴിയെ പഠിക്കും. ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും. അതായത് ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഹയർ ഹൈൻ്റെയൊക്കെ അടുത്ത് വരും. മേ ബി അതൊന്ന് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സായിട്ട് തിരിച്ച് ഒരു പുൾ ബാക്ക് പോലെ വന്നിട്ട് പുതിയൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും. മാർക്കറ്റ് കണ്ടോ, ഇവിടെ നിന്ന് റിവേഴ്സായിട്ട് അവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇത്രയും തന്നെ സെല് ചെയ്തിരുന്ന സെല്ലേഴ്സിൻ്റെ പവർ നഷ്ടപ്പെടുകയും അവിടെ ഇനി ബയേഴ്സ് കയറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഗ്ലിംസ് കാണിക്കുന്നതാണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേണിൻ്റെ സ്ട്രക്ചർ. അഗെയിൻ ഇവിടെ നിന്ന് ഇത്
ലിക്വിഡിറ്റി എടുക്കുന്നു. കാരണം അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഷോർട്ടേഴ്സ് വരുന്നു, അല്ലെങ്കിൽ സെല്ലേഴ്സ് വരുന്നു. അവിടെ എല്ലാം ലിക്വിഡിറ്റി യൂസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് പമ്പ് ആകുന്നത്. എന്നിട്ട് തിരിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ വരും. എന്നിട്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, അഗെയിൻ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ #3 നമ്മൾ പോകുന്നത്. Okay, so the final bullish reversal pattern you're going to see is cup and holder. കപ്പ് ആൻഡ് ഹോൾഡർ ആക്ച്വലി നമ്മളൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഉണ്ടല്ലോ, ലൈക്ക് നമ്മളെ ചായ കപ്പ് അതുപോലത്തെ ഒരു കപ്പ്, അതുപോലെ അതിൻ്റെ ഹാൻഡിൽ, ആ ഒരു സ്ട്രക്ചറിലാണ് വരുന്നത്. ഞാനീ പറയുന്ന പാറ്റേൺസ് എല്ലാം നിങ്ങൾ സ്പോട്ട് ബൈങ്ങിന് വേണ്ടിയിട്ട് സ്വിംഗ് ട്രേഡിങ്ങിനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഡേ ട്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ പാറ്റേൺസ് മോസ്റ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. റിവേഴ്സൽ പാറ്റേൺസ് മാക്സിമം സ്വിംഗ് ട്രേഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഒരു ഇത് കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേൺ വരുന്നത് ലൈക്ക് ഒരു റാ ഷേപ്പിലായിരിക്കും. റാ തിരിച്ച് വയ്ക്കുന്ന ഷേപ്പ് യു ഷേപ്പിലായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ചെറിയൊരു യു വരും. ഇതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് പമ്പാകും എന്നാണ് ഇൻ്റർപ്രിറ്റേഷൻ. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ഡൗൺ ട്രെൻഡ് വന്നു, ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തു. ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പെട്ടെന്ന് ഇവിടെ എത്തുമ്പോൾ സൈഡ് വേസ് ട്രെൻഡായി, മനസ്സിലായില്ലേ? ചെറിയൊരു രീതിയിൽ ഒന്ന് ഫുള്ളായി. അത് കഴിഞ്ഞ് എന്ത് പറ്റി? മാർക്കറ്റ് തിരിച്ച് കടന്ന് വലിഞ്ഞ് തിരിച്ച് കയറി. ഓക്കെ, ഒരു സ്പെസിഫിക് ഏരിയ എത്തിയപ്പോഴത്തേക്കും മാർക്കറ്റ് തിരിച്ച് താഴോട്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി ഇവിടെ നിന്ന് ഇത് ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ടു. പക്ഷേ അതല്ലാതെ മാർക്കറ്റ് ഇവിടെ നിന്നും കറങ്ങി തിരിഞ്ഞിട്ട് എന്ത് പറ്റി? പുതിയൊരു ഹയർ ലോ, ഇത് ഈ ഒരു ലോ ഇതിനെക്കാട്ടിയും ഹയർ ആയിട്ടുള്ള ലോ ആണിത്. ഓക്കെ, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റാ പോലെ തിരിച്ച് കയറുകയാണ് ചെയ്തത്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് മാർക്കറ്റ് ഇപ്പോൾ ഡെസ്പറേറ്റ് ടു പമ്പ് അപ്പ് എന്നാണ് ഇൻ്റർപ്രിറ്റേഷൻ. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ പമ്പ് ആകുന്നത്. ഞാൻ എല്ലാ ടൈംസും വർക്ക് ആവണമെന്നില്ല. ലൈക്ക് ഐ സെഡ് 70-80% പ്രോബിലിറ്റിയാണ് ഈ ഒരു പാറ്റേൺസിനൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് വരുന്നത് ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺസ് ആണ്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് മറ്റേ ബിഗിനർ കോഴ്സിൽ എടുത്തു കൊടുത്തത്. ഇവിടെ അത്ര എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നതാണ് ഇത്ര ലൈറ്റായിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ #1 ഡബിൾ ടോപ്പ്. നേരത്തെ ഡബിൾ ബോട്ടം ആയിരുന്നു. ബോട്ടത്തിലാണ് ഒരു ടച്ച് വരുന്നത്. ഈ സമയത്ത് നേരെ തിരിച്ച് ഡബിൾ ടോപ്പ്, അതായത് ടോപ്പിലാണ് 2 ടച്ച് വരുന്നത്. ഓക്കെ, നേരത്തെ W ആണെങ്കിൽ അത് തിരിച്ചിടുമ്പോൾ M. സിമ്പിൾ ഒരു ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ. സോ ബെയറിഷ് റിവേഴ്സ് ആക്കുന്നത് ഒരു അപ് ട്രെൻഡിലാണ്. സോ ഒരു അപ് ട്രെൻഡിന് ശേഷമായിരിക്കണം ഈ ഒരു ട്രെൻഡ് വരുന്നത്, ഈ ഒരു പാറ്റേൺ വരേണ്ടത്. സോ ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് അല്ലെങ്കിൽ വീക്ക് അപ് ട്രെൻഡ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ബിക്കോസ് ഒരു വീക്ക് അപ് ട്രെൻഡ് ആണല്ലോ റിവേഴ്സ് ചെയ്യാൻ എളുപ്പം, അൺലൈക്ക് എ സ്ട്രോങ് അപ് ട്രെൻഡ്. സോ വീക്ക് അപ് ട്രെൻഡിലായിരിക്കും ഇത് വർക്ക് ആവാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, ഒരു വീക്ക് അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ് ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വരുന്നതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ വേറെ ഒന്നുമില്ല, ഒരു ഡബിൾ ടോപ്പ് വരുന്നു. ഓക്കെ, കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സെല്ലേഴ്സിന് അല്ലെങ്കിൽ ബയേഴ്സിന് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മറിച്ച് ഇപ്പോൾ സെല്ലേഴ്സ് എന്താണ് തിരിച്ച് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ സപ്പോർട്ട് ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് റീടെസ്റ്റിലാണ് ഒരു എൻട്രി കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ, ടാർഗറ്റ് ഇതിൻ്റെ താഴെ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ട. ആ ഒരു സെക്ഷനൊക്കെ പറഞ്ഞാണ് സമയം ഒരുപാട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മുടെ ഡബിൾ ടോപ്പ് വർക്ക് ആവുന്നത്. അവിടെ പിന്നെ റിവേഴ്സ് ആകുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ #2. ഓക്കെ, സോ ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ #2 ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആണ്. നമ്മൾ ഒരാൾ നിൽക്കുമ്പോൾ 2 ഷോൾഡറും ഒരു ഹെഡും ആണല്ലോ, ആ ഒരു ടൈപ്പാണിതിന്. നേരത്തെ പറഞ്ഞിട്ട് കറക്റ്റ് ഓപ്പോസിറ്റാണ്. ഒരു അപ് ട്രെൻഡിലായിരിക്കണം ഇത് വരുന്നത്. ഒരു അപ് ട്രെൻഡിൽ വന്നതിന് ശേഷം നോർമലി ഇവിടെ ഹയർ ഹൈസും ഹയർ ലോസും ആയിരിക്കുള്ളൂ. സോ ഒരു പുതിയ ഹയർ ഹൈസും ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ബയർ ഒരു ഹയർ ഹൈ ഉണ്ട്, ഒരു ഹയർ ലോ ഉണ്ട്. അത് കഴിഞ്ഞ് എന്ത് വരുന്നു? ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബയർ ആയിരിക്കും ഓക്കെ ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് ചാൻസ്. ബട്ട് ഇവിടെ ഈ പറയുന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഹയർ ലോനെക്കാട്ടിലും ചെറുതായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് സോണിലൊന്ന് ടച്ച് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്ന് തിരിച്ച് ആ ഒരു സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് ഇനെഫിഷ്യൻസി മനസ്സിലാവുന്നത് ബയേഴ്സിൻ്റെ. ബിക്കോസ് ഇത്ര നേരം പമ്പ് ചെയ്യുന്ന വരുന്ന ബയേഴ്സ് സ്പെസിഫിക്കലി ഈ ഒരു സോൺ എത്തിയപ്പോഴത്തേക്കും അവരുടെ പവർ നഷ്ടപ്പെടുകയാണ്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ മാർക്കറ്റിന് ഇവിടെ നിന്ന് ഡംപ് ആകും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ. ഇനി നെക്സ്റ്റ് വരുന്നൊരു ലാസ്റ്റ് ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ് ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹോൾഡർ. ഓക്കെ, സോ നമ്മളൊരു ചായക്കപ്പ് കമത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഒരു പാറ്റേൺ ഇരിക്കുന്നത്. നേരത്തെ കപ്പ് ആൻഡ് ഹാൻഡിൽ കാണിച്ചതുപോലെ തന്നെ കപ്പ് ആൻഡ് ഹാൻഡിൽ തിരിച്ച് വയ്ക്കുമ്പോൾ അത് ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിലാകുന്നു. ഓക്കെ, സോ ഒരു കപ്പ് തിരിച്ച് വെച്ചേക്കുന്നു, അതിൻ്റെ ഹാൻഡിൽ തൊട്ടിപ്പുറത്ത്. ഇവിടെ ലോജിക്ക് വരുന്നത് വേറെ ഒന്നുമല്ല. ഈ ഒരു അപ് ട്രെൻഡിന് ശേഷം ഇവിടെ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ലൈക്ക് ഒരു സൈഡ് വേസ് ട്രെൻഡ് പോലെ ഇവിടെ വരും. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോകും. നമ്മൾ പിന്നെ വിചാരിക്കും ഇതൊരു ചെറിയ റിട്രേസ്മെൻ്റ് ആണ്, മാർക്കറ്റിൻ്റെ മുകളിലോട്ട് പോകാനാണ് ചാൻസ്. ബട്ട് അതല്ലാതെ മാർക്കറ്റ് തൊട്ടപ്പുറത്തുനിന്ന് അപ്പായിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അപ്പായി.
അവിടെ നിന്ന് റിവേഴ്സായി തിരിച്ച് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ വന്നിരിക്കും. ഇതിന് ശേഷം ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഷോർട്ട് ചെയ്യും എന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിനും ഈ പറയുന്ന എല്ലാ പാറ്റേൺസിനും. ബട്ട് വളരെ ചുരുക്കം കുറച്ച് എക്സാമ്പിൾസ് മാത്രം കാണിച്ചു തന്നുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിക്കുന്ന ഒരു ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ ആണ്. കണ്ടോ, ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു വെഡ്ജ് പാറ്റേൺ ഫോം ആകുന്നുണ്ടോ. ഇതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് പമ്പായേക്കുന്നുണ്ടോ. പമ്പായി നെക്സ്റ്റ് ഇതായി ഒരു ലെവൽ വരെ എത്തി. ഓക്കെ, സോ ഇതാണ് ഒരു ഫാളിംഗ് വെഡ്ജിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് പാറ്റേൺസ് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു റൈസിങ് വെഡ്ജ് പാറ്റേൺ ആണ്. അതായത് കണ്ടോ, ഒരു ബെയറിഷ് ട്രെൻഡ് ഫോളോഡ് ബൈ എ വീക്ക് അപ് ട്രെൻഡ്, ബ്രേക്ക് ഡൗൺ വന്നു, റീടെസ്റ്റ് വന്നു, പെർഫെക്റ്റ് ആയിട്ട് താഴോട്ട് വയ്ക്കുന്നുണ്ട്. ഇതാണ് ഒരു റൈസിങ് വെഡ്ജിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് മറ്റ് പാറ്റേൺസ് ഒന്നും കിട്ടുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ തപ്പ് ചെയ്താൽ. ഓക്കെ, ഇത് കണ്ടോ, ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഒന്നുണ്ട്. കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് പോലും ഒന്നും കിട്ടത്തില്ല, വേറെ കാര്യം. നിങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റും. അതിനുശേഷം ഇത് കണ്ടോ, ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഫോം ആയിരിക്കുന്നത്, ബ്രേക്ക് ഔട്ട് വന്നു, റീടെസ്റ്റ് വന്നു, തിരിച്ച് പമ്പ് അയക്കുന്നുണ്ടോ മാർക്കറ്റ്. സോ ഇത്രയുള്ളായിരുന്നു നിങ്ങളുടെ ചാർട്ട് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കോഴ്സ്. ഈ ഒരു വീഡിയോ കോഴ്സിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കോഴ്സിന് ഇറക്കിയ കാരണം നിങ്ങൾ ചാർട്ട് പാറ്റേൺസ് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എസ്പെഷ്യലി നിങ്ങൾ പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എനിവേസ് ഈ ഒരു സെഷൻ ഇത്രയേ ഉള്ളായിരുന്നു. എഗെയിൻ സോറി, അത്ര എനർജറ്റിക് ആയിട്ടല്ല ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്, ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരുപാട് തവണ എടുത്ത വീഡിയോ ആണ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേസ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.